ഗായ്സ്, വെൽക്കം ടു മൈ കുട്ടി വ്ളോഗ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇന്നൊരു റെഡ് കളർ ഫുഡ് ചാലഞ്ചാണ് അല്ലേ ഈശ? അപ്പം എൻ്റെ ഒപ്പം എൻ്റെ മോളും കൂടിയുണ്ട്. പക്ഷെ ഇന്നത്തെ ഫുഡ് വ്ളോഗിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യണത് ഒൺലി ഹെൽത്തി ഫുഡ്സ് ആണ്, നോ ജങ്ക് ഫുഡ്സ് ഒന്നും നമ്മൾ ഇത് ആഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് ഫസ്റ്റ് തന്നെ നമ്മൾ റെഡ് കളറിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഈശ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് റെഡ് കളറിലെ ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിന് നമ്മൾ എടുത്തേക്കുന്നത് ബീട്രൂട്ട്. ഓക്കെ, ബീട്രൂട്ട് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ അരിഞ്ഞ് ഫുഡ് പ്രോസസ്സറിലിട്ടത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം ബീട്രൂട്ട്. ഫസ്റ്റ് ഞാൻ ദോശ പരത്തിയിട്ട് അതിൻ്റെ മേളിൽ ഇങ്ങനെ ബീട്രൂട്ടൊക്കെ ഇട്ടൊന്ന് വെച്ചൊക്കെ നോക്കി, പക്ഷെ അത്രക്കൊന്നും സെറ്റായില്ല. പിന്നെ ബീട്രൂട്ട് നേരെ ദോശമാവിലേക്ക് ഇട്ടൊന്ന് പരത്തിയൊക്കെ നോക്കിയപ്പോഴത്തേക്കും ഒരു റെഡ് ടച്ചുള്ള രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ മോൾക്ക് ഇത് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് ഞാനിങ്ങനെ 3 ദോശ ഉണ്ടാക്കി. പീസ് കാണുന്നില്ല. അപ്പോൾ ഞാൻ റെഡ് റാഗി ദോശ, അത് റെഡ് സാധാ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാമ്പാർ കൂട്ടിയാണ് കഴിക്കാം. അപ്പോൾ ഇനി നമ്മുടെ റെഡ് ഫുഡ് ചാലഞ്ച് ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിനി ലഞ്ചിനുള്ളത് പ്രിപ്പയർ ചെയ്യണം. ലഞ്ചിന് ഇവിടെ ഫിഷ് കറിയൊക്കെയാണ്. ഫിഷ് കറി എന്തായാലും റെഡ് ചാലഞ്ചിൽ എടുക്കാൻ പറ്റില്ല, ഞാൻ തേങ്ങ അരച്ചത് ഉണ്ടാക്കിയതുകൊണ്ട്. അപ്പോൾ എനിക്കും മോള് കഴിക്കുമെന്ന് എനിക്കറിയില്ല. സ്റ്റിൽ അവൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ അമ്മ ഉണ്ടാക്കണേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ റെഡ് ഫുഡിന് വേണ്ടിയിട്ട് ലഞ്ചിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പോകണേന്. അപ്പോൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ ബീട്രൂട്ടും കേടും കൂടി മിക്സ് ചെയ്ത് അതിൽ കടുകും ഒക്കെ പൊട്ടിച്ചൊക്കെ ഇട്ടിട്ട് ചോറിൽ മിക്സ് ചെയ്ത് കഴിക്കുന്ന സൈഡിൽ ഞാൻ തക്കാളിയും സവാളയൊക്കെ ഇട്ടിട്ട് ഒരു കുഞ്ഞൊരു സാലഡ് പോലെയൊക്കെ ഉണ്ടാക്കി കഴിച്ചു. നല്ലതായിരുന്നു, കുഴപ്പമില്ലായിരുന്നു, അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ റെഡും വേണം ഹെൽത്തിയും വേണം എന്നുള്ളൊരു വാശിയിലാണല്ലോ, അതാണല്ലോ നമ്മുടെ ചാലഞ്ച്. അപ്പോൾ അങ്ങനെ കഴിച്ചു. ഇപ്പോൾ കഴിച്ചൊക്കെ കഴിഞ്ഞാൽ ഞാൻ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നേരമൊക്കെ ഒന്ന് ബാൽക്കണിയിൽ ചെടികൾക്കൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് ചെടിയൊക്കെ, എന്നിട്ട് എന്തെങ്കിലും കേടുപാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി ഒന്ന് ശരിയാക്കാറൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ചെറിയ ടൈം പാസ്. അപ്പോഴത്തേക്കും വൈകിട്ടായി. അപ്പോൾ വൈകിട്ട് കഴിക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തു. ക്രാൻബെറിയും സ്ട്രോബെറിയുടെ ഒക്കെ ഒരു ഡ്രൈ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. നമ്മൾ റെഡായിരുന്നു, അപ്പോൾ അതും വെച്ച് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് വിശപ്പ് മാറാത്തതുകൊണ്ട് ഉച്ചക്കത്തെ ബാക്കി ഉണ്ടായ ആ സാലഡ് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഞാൻ അത് കഴിച്ചു. പിന്നെ ഡിന്നറിന് വേണ്ടിയിട്ട് ഞാൻ ആസ് യൂഷ്വൽ ഞാൻ സാലഡാണ് പ്രിഫർ ചെയ്യണത്. അപ്പോൾ ഞാൻ കുറച്ച് ബീട്രൂട്ടും ക്യാരറ്റും കുക്കുംബറും ഒലീവ് ഓയിലൊക്കെ ഇട്ടിട്ട് കുറച്ച് ലൈമൊക്കെ ഇട്ടിട്ട് അതായിരുന്നു എൻ്റെ ഡിന്നർ. ഇങ്ങനെ നമ്മളുടെ ചാലഞ്ച് തീർന്നു. നമ്മുടെ റെഡ് ഫുഡ് ചാലഞ്ച് തീർന്നിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ വീഡിയോസ് കാണുന്ന പോലെ അത്ര എളുപ്പമല്ല കേട്ടോ. ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പക്ഷെ ഓരോ സമയം ലഞ്ച് ആകുമ്പോഴും ഡിന്നർ ആകുമ്പോഴേക്കും ഒരു ടെൻഷൻ. അതേമേ എന്ത് ചെയ്യും, എന്ത് കഴിക്കും. ഒന്നാമത് നമ്മൾ ഹെൽത്തിയാണെന്നും കൂടി പറഞ്ഞു. നമുക്ക് ഇതിൽ വേറെ റെഡിൻ്റെ വേറെ ഒരു എന്താണ് ജങ്ക് ഫുഡ്സ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഈ ഹെൽത്തി ആക്കാൻ വേണ്ടി ഞാൻ ശരിക്കും കഷ്ടപ്പെട്ടു. ഓരോരോ യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസേഴ്സും ഇത് എങ്ങനെയാണ് ഇവർ ഇത് ചെയ്തെടുക്കണതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല. എത്രയും ടഫ്, കാണുന്ന പോലെയല്ല, ഇറ്റ്സ് വെരി ടഫ്. അപ്പോൾ അങ്ങനെ ചെയ്ത് തീർത്തു. അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ഇനി അടുത്ത ഷോട്ടിൽ കാണാം. ബൈ.